ആളൊഴിഞ്ഞ പറമ്പിൽ തേങ്ങ ശേഖരിക്കാൻ പോയ വയോധികൻ ബോംബ് പൊട്ടി മരിച്ചു. കണ്ണൂർ എരഞ്ഞോളി കൂടത്തളം സ്വദേശി വേലായുധനാണ് മരിച്ചത്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. സജോ, എപ്പോഴായിരുന്നു ഈ സംഭവം? എങ്ങനെയാണ് ഈ സംഭവം നടന്നത്? ശ്രീലക്ഷ്മി, ഏതാണ്ട് 2 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. വയോധികൻ തലശ്ശേരി എരഞ്ഞോളി കൂടത്തളം സ്വദേശിയാണ്. സമീപത്ത് തന്നെയുള്ള ഒരു വീടിന്റെ കോമ്പൗണ്ട് തന്നെയാണ്. ഒരു ആളൊഴിഞ്ഞ പറമ്പാണ് അത്. ആൾതാമസമില്ലാത്ത ഒരു വീടും പറമ്പുമാണ്. അവിടെ തേങ്ങ ശേഖരിക്കാൻ പോയ കൂടത്തളം സ്വദേശി വേലായുധൻ 75-കാരനാണ്. തേങ്ങ ശേഖരിക്കുന്നതിനിടെയാണ് ഒരു സ്റ്റീൽ പാത്രം കണ്ടു. ഈ സ്റ്റീൽ പാത്രം പൊട്ടിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഉഗ്ര ശബ്ദത്തോടു കൂടി ഇത് പൊട്ടിത്തെറിച്ചത്. ഇതൊരു സ്റ്റീൽ ബോംബായിരുന്നു. ഇപ്പോൾ പോലീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കണ്ണൂരിലെ വിവിധ സ്ഥലങ്ങളിൽ സമാനമായ ആളൊഴിഞ്ഞ പറമ്പുകളിൽ നിന്ന് ഉപേക്ഷിച്ചതോ അല്ലെങ്കിൽ സൂക്ഷിക്കാൻ വെച്ചതോ ആയ സ്റ്റീൽ ബോംബുകൾ വ്യാപകമായി കണ്ടെത്തുന്ന സംഭവങ്ങൾ സമീപകാലത്ത് തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായി തന്നെ അവിടെ ഉപേക്ഷിക്കപ്പെട്ടതോ അതല്ലെങ്കിൽ അവിടെ ആളൊഴിഞ്ഞ പറമ്പാണ്, ഒരു അല്പം കുറ്റിക്കാടൊക്കെ ഉണ്ട്, ആ ഭാഗത്ത് ഒളിച്ചു വെച്ചതോ ആയിരിക്കാം എന്നാണ് ഇപ്പോഴത്തെ നിഗമനം. ആ സ്റ്റീൽ പാത്രം എന്ന് കരുതി ഈ വയോധികൻ അത് പൊട്ടിക്കാൻ ശ്രമിക്കുകയായിരുന്നു, പൊട്ടിച്ചു നോക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതിനിടെയാണ് സ്ഫോടനം ഉണ്ടായത്. ഉഗ്രശബ്ദത്തോടുകൂടിയും ബോംബ് പൊട്ടിത്തെറിച്ചു. വയോധികൻ തൽക്ഷണം മരിച്ചു. മൃതദേഹം തലശ്ശേരി സഹകരണ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ പറയുന്നത് ഈ രാഷ്ട്രീയ സംഘർഷങ്ങളുടെയൊക്കെ ഭാഗമായി മറ്റും സൂക്ഷിച്ചിരുന്ന ബോംബായിരിക്കാം. അത് ബോംബാണ് എന്ന് തിരിച്ചറിയാതെ സ്റ്റീൽ പാത്രമാണ് എന്ന് ധരിച്ച് പൊട്ടിക്കാൻ ശ്രമിച്ചതാണ് ഈ ഇതിലേക്ക് നയിച്ചത് എന്നതാണ്. കണ്ണൂരിൽ ഇത് ആദ്യത്തെ സംഭവമല്ല. സമീപകാലത്ത് തന്നെയാണ് മട്ടന്നൂർ ചാവശ്ശേരിയിൽ ആക്രി ശേഖരിക്കാൻ പോയ ഇതര സംസ്ഥാന തൊഴിലാളി സ്റ്റീൽ പാത്രം എന്ന് കരുതി തുറക്കാൻ ശ്രമിക്കുന്നതിനിടെ സ്ഫോടനം ഉണ്ടാവുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നത്. സമാനമായി നിരവധി സംഭവങ്ങളുണ്ട്. ബോംബ് നിർമ്മിക്കാൻ ശ്രമിക്കുന്നതിനിടെ സമീപകാലത്താണ്, തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് പാനൂർ മൂങ്ങയത്തോട് ബോംബ് പൊട്ടി ഒരാൾ കൊല്ലപ്പെട്ട സംഭവം ഉണ്ടായത്. സമാനമായി നിരവധി സംഭവങ്ങൾ കണ്ണൂർ ജില്ലയിൽ ഉണ്ടാകുന്നുണ്ട്. ഇത് അതിന്റെ ഒരു തുടർച്ച കൂടിയാണ്. പക്ഷെ അങ്ങേയറ്റം ഞെട്ടിക്കുന്ന സംഭവമാണ്. തേങ്ങ ശേഖരിക്കാൻ പോയി അപ്പോൾ ഒരു സ്റ്റീൽ പാത്രം കണ്ടു, അത് തുറന്നു നോക്കാൻ ശ്രമിച്ചു എന്ന തെറ്റാണ് വയോധികൻ ചെയ്തത്. പക്ഷെ അതൊരു സ്റ്റീൽ ബോംബായിരുന്നു. ഒപ്പം ഇപ്പോൾ സ്ഥലത്തേക്ക് പോലീസ് സംഘം എത്തിയിട്ടുണ്ട്. അവർ പരിശോധന നടത്തുന്നുണ്ട്. ബോംബ് സ്ക്വാഡ് ഉണ്ട്. സമീപത്ത് കൂടുതൽ സ്റ്റീൽ ബോംബുകളും മറ്റും സൂക്ഷിച്ചിട്ടുണ്ടോ എന്നത് കണ്ടെത്താൻ ബോംബ് സ്ക്വാഡിന്റെ പരിശോധന തുടരുകയും ചെയ്യുന്നുണ്ട്. ഇത് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നതാണ്. ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നു എന്നതാണ് അങ്ങേയറ്റം ഖേദകരവും ഞെട്ടിക്കുന്നതുമായ സംഭവം. തുടർച്ചയായി ആവർത്തിക്കുന്നു ഇത്തരം സംഭവങ്ങൾ എന്നതാണ്. അത് പലപ്പോഴും ആളുകൾ ഇത് തിരിച്ചറിയാതെ ഇത്തരം ആളുകളൊക്കെ അത് തുറന്നു നോക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ അതല്ലാതെയും സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഏതായാലും ഇത് സ്റ്റീൽ ബോംബാണ്. പലപ്പോഴും ഈ സ്റ്റീൽ ബോംബുകൾ ഇങ്ങനെ നിർമ്മിച്ചതിന് ശേഷം ഈ ആളൊഴിഞ്ഞ പറമ്പുകൾ, സജോ, ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ആളൊഴിഞ്ഞ ഒരു പറമ്പ്, അതിൽ അടച്ചിട്ടിരിക്കുന്ന ഒരു വീടും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ വീട് ഏറെ നാളായി അടച്ചിട്ടിരിക്കുകയാണോ? ഈ പറമ്പിന്റെയും വീടിന്റെയും ഒക്കെ ഉടമയെ സംബന്ധിച്ചുള്ള വിവരം അവർ ഇപ്പോൾ സ്ഥലത്തില്ലാത്തവരാണോ? എങ്ങനെയാണ് അത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോൾ അറിയാൻ കഴിയുന്നത്? ശ്രീലക്ഷ്മി, ഇതൊരു പഴയ പുരയിടമാണ്. ഈ വീട്ടിൽ ആരും നിലവിൽ താമസിക്കുന്നില്ല. ഇദ്ദേഹം സമീപത്ത് തന്നെ താമസിക്കുന്ന ആളാണ്. അവരുടെ കുടുംബ സ്വത്തിന്റെ കൂടി ഭാഗമാണെന്നാണ് ഇപ്പോൾ നമ്മൾ പോലീസിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ആ സ്ഥലത്ത് നിന്ന് ഇത്തരത്തിൽ ആദായം ശേഖരിക്കുന്നത് വല്ലപ്പോഴും മാത്രമേ സംഭവിക്കാറുള്ളൂ. ഇദ്ദേഹം തന്നെ വയോധികനാണ്, പ്രായത്തിന്റെ അവശതകളുണ്ട്. അതുകൊണ്ട് ഇത് ഈ ആദായവും മറ്റും നശിച്ചു പോകരുത് എന്ന് കരുതി ഇടയ്ക്കും മറ്റുമൊക്കെ ശേഖരിക്കുന്നുള്ളൂ. അതുകൊണ്ട് പല ഭാഗത്തും കുറ്റിക്കാടുകളൊക്കെ വളർന്നു നിൽക്കുന്നുണ്ട്. അത് സമീപത്തുള്ള ആളുകൾക്കൊക്കെ അറിയുകയും ചെയ്യാം. മാത്രമല്ല, ഇത്തരത്തിൽ സ്ഥലങ്ങൾ ഇങ്ങനെ വളരെ എളുപ്പത്തിലെടുത്ത് മറ്റ് രാഷ്ട്രീയ ആക്രമണങ്ങൾക്കും മറ്റുമൊക്കെ ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സമാനമായി നഗരത്തോടും പ്രധാന റോഡുകളോടും ചേർന്ന പാതയുടെ ഭാഗത്തൊക്കെ കുറ്റിക്കാടുകൾ കാണുമ്പോൾ അവിടെ ആളൊഴിഞ്ഞ പറമ്പാണ് എന്ന് മനസ്സിലാക്കി. സജു, ഈ വാർത്തയിലേക്ക് തിരിച്ചെത്താം.